പത്രോസ് അവനോട്, ഐനിയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക് തിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. യുദ്ധയിലും ശാലോനിലും പാർക്കുന്നവരെല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പോൾ കർത്താവിനുള്ളതായ അത്ഭുത സൗഖ്യം നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഈ നാളുകളിൽ പലരെയും സൗഖ്യമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരെല്ലാം വചനം വായിച്ച ദൈവജനത്തെ സൗഖ്യമാക്കിയ കാര്യം എന്നോട് വിളിച്ചു പറയാനിടയായി. അതുകൊണ്ട് ഈ നാളുകളിലും സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തി എവിടെയായിരിക്കുന്ന സകല മനുഷ്യന്മാരും വ്യാപരിക്കണം. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയായിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. 36-ാം വാക്യത്തില് ഇവിടെ തബീഥ, പേടമാനം നടത്തുന്ന തബീഥ എന്ന് പറയുന്ന പെൺകുട്ടി നമുക്ക് കാണാൻ കഴിയും. വായിച്ച്. യോപ്പയിൽ പേടമാനം നടത്തുന്ന തബീഥ എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. തബീഥ എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു ഒരു ഭാര്യ, ഒരു യുവനക്കാരൻ, ടീനേജുകാരിയായിരിക്കും, അതിനുള്ള വയസ്സൊന്നും കാണത്തില്ല. അവളുടെ ഒരു ഹോബിയായിരുന്നു ഡൂയിങ് ഗുഡ് വർക്ക്സ്, സൽപ്രവൃത്തികളെ ചെയ്യുക. അപ്പോ എഫേസ്യരുടെ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ കാണുമ്പോൾ മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ, അത് ബന്ധുക്കൂസുകാരായാലും ക്രൈസ്തവരായാലും അക്രൈസ്തവരായാലും എല്ലാ മനുഷ്യന്മാരുടെ ഡ്യൂട്ടി, എന്തിനാണ് മനുഷ്യൻ ഭൂമിയിൽ പിറന്നത്, മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എഫേസ്യർ 2:10 വായിക്കാം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ സൽപ്രവൃത്തി ചെയ്ത് നോക്കി, ഏതെങ്കിലും തന്നെ സൽപ്രവൃത്തി ചെയ്തു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷമുണ്ട്. അതൊരു ഹോബിയായിട്ട് എടുക്കണം. ഒരു ദിവസം ആർക്കെങ്കിലും എൻ്റെ വാക്കുകൊണ്ട് ഒരു 3 പേർക്ക് ഒരു ആശ്വാസം സന്തോഷമായിരിക്കണം. ഒരു 3 പേർക്ക് എൻ്റെ പോക്കറ്റിൽ 10 രൂപയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ആശ്വാസമായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു നോക്കി നിങ്ങളുടെ അവസരം മാറ്റം വരും. ഒരുപക്ഷെ നിങ്ങൾ അന്യഭാഷ കൊണ്ട് സന്തോഷിക്കുന്ന അതുപോലെ തന്നെയുള്ള ഒരു വലിയ സായുജ്യം. അതുകൊണ്ടാണ് സൽപ്രവൃത്തികളിൽ ഒരു വലിയ അനുഭവമുണ്ട്. നെബൂഖദ്നേസർ രാജാവ് പാപം ചെയ്തല്ലെങ്കിൽ അഹങ്കാരം നീളം കയറി ന്യായവിധിയിലേക്ക് ഉൾപ്പെടുന്ന സമയത്തിൽ ദൈവം ഒരു കരുണ കാണിച്ചുകൊണ്ട് ദൈവം ഒരു പരിഹാരം കൊടുക്കുന്ന 4-ാം അധ്യായത്തിലെ 27-ാം അല്ലേ, ദാനിയേൽ 4:27 ഒരു പരിഹാരം പോലെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. ദാനിയേൽ 4:27 നീതിയാൽ പാപങ്ങൾ പറഞ്ഞാൽ ദൈവനീതി യേശുക്രിസ്തുവാണ്. അപ്പൊ നീതി യാഗത്തെ കാണിക്കുകയാണ്. പഴയ നിയമത്തിൽ യഥാർത്ഥ യാഗം വെളിപ്പെടാത്തത് കൊണ്ട് അവര് ചില സിംബോളിക്കലായിട്ട് വരാൻ പോകുന്ന യാഗത്തിന് നിഴലായി കോഴിയെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായ നീതി യാഗം യേശുക്രിസ്തുവാണ്. 2 Corinthians 5-ാം അധ്യായത്തിൽ 21-ാമതായി അവൻ നമ്മുടെ നീതി, നാം അവനെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ നമുക്കായി പാപമാക്കി മാറ്റി വച്ചു. ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അപ്പൊ ദൈവത്തിന്റെ നീതി എന്നാൽ നീതിയാൽ പാപങ്ങളിൽ പാപം പരിഹരിക്കാൻ മറ്റൊരു കർമ്മങ്ങളും സാധ്യമല്ല. പാപങ്ങൾ പരിഹരിക്കാൻ നീതി യാഗം മാത്രമേ ഉള്ളൂ. അതാണ് യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു. മറ്റൊരുത്തരിലും രക്ഷയില്ലെന്ന് ലേവിയായി പാപത്തിൽ രക്ഷ കൊടുക്കാൻ പലരും ഓരോ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷെ പാപത്തിൽ നിന്ന് രക്ഷ യാഗമായി തീർന്ന ഒരേ ഒരാൾ യേശു മാത്രമാണ്. തർക്കമില്ലാത്ത കാര്യമാണ്. ആരെങ്കിലും ഒക്കെ അതിന് വിരോധമായി പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ വരുന്നില്ല. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ നീതിയാൽ യാഗം 4:27 നീതിയാൽ പാപങ്ങളെയും
കൃപ കാണിക്കുന്നതിനാൽ ഈ വലിയ സമ്പന്നന്മാരെ കണ്ടിട്ടില്ലേ? വലിയ സമ്പന്നന്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് കാണും. ചിലപ്പോൾ ലോകപ്രകാരമായ സ്ത്രീ വിഷയം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാണുമല്ലോ, മദ്യപാനമോ ചില കോപം, ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടില്ലേ? അവരത് കഴിയുമ്പോൾ എന്തെങ്കിലും ധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കും, ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യാൻ. അങ്ങനെ എത്രയോ മനുഷ്യർ കാണുന്നുണ്ട്. ലോകത്ത് വലിയ വലിയ സമ്പന്നന്മാർ പോലും തങ്ങൾ സമ്പാദിക്കുന്ന അതിൻ്റെ ഒരു ഭാഗം സാധുക്കൾക്ക് കൊടുക്കുന്നൊരു ആഗ്രഹം തന്നെയാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വാക്യമാണ്, സാധുക്കളോട് പൈസ കിട്ടുന്നത്, നീതിയാൽ പാവങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാണിക്കുന്നതിനാൽ അകൃത്യങ്ങളെ പരിഹരിക്കും, ആയസം കൊടുക്കുന്നു, ആയസം കൊടുക്കും. എന്റെ ജീവിതത്തിൽ ഒരു കാലത്തില് ഇച്ചിരി നീളോ അഹങ്കാരങ്ങളുടെ കൂടിയൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല, തലപ്പിടിച്ചിട്ടേ കൊണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ വാട്സപ്പിൽ കൂടെ എന്നെ ഓർമ്മിക്കാനിടയായി. ശരിയായ മാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില പേരുകൾ പറയുന്നത് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എനിക്കത് സന്തോഷമായിട്ട് എടുത്തു, ഇതിനെ പേര് വിടുന്നല്ലേ. അപ്പം അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകണം. അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്ഷൻ, കമാൻഡിങ്, ഡിമാൻഡിങ്, ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളുന്നൊരു കാര്യമാണ്. എല്ലാ മനുഷ്യനായാലും കൂടുതലല്ല, ഇത്ര വലിയ ആളുകളാണെങ്കിലും തെറ്റുകൾ പറ്റാം. പണ്ടൊരു ജഡ്ജി, ഒരു മജിസ്ട്രേറ്റ് ഒരു തൻ്റെ ശിപായി, തൻ്റെ വേലക്കാരന് രാവിലെ സാധനം വാങ്ങിക്കാൻ കൊടുത്തുകൊണ്ട്, സാധനം വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ട് ലിസ്റ്റ് ചെയ്തു. പച്ചക്കറി ലിസ്റ്റ് ചെയ്തപ്പോൾ മാങ്ങ 10 എഴുതിയ ജഡ്ജിക്ക് അറിയാതെ മൂങ്ങായിരുന്നു. മാവരും വലിയ തിരക്കുള്ള ആളല്ലേ, മൂങ്ങ 10. പുള്ളി കടകൾ കൊടുത്ത് പറഞ്ഞ് ഈ മൂന്നാമത്തെ സാധനം ഇടില്ല എന്ന് പറഞ്ഞു. നമ്മളെ അടുത്ത കടയിൽ പോയി, അവരെല്ലാം ചിരിക്കുക. അതെന്താ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ ഇവിടെ, അതല്ല ഞങ്ങളുടെ ജഡ്ജിക്ക് തെറ്റ് പറ്റത്തില്ല, ഇൻഫാലിബിൾ പേഴ്സണാലിറ്റി എന്ന് പറയാം, തെറ്റ് പറ്റത്തില്ലെന്നാണ് ഈ വേലക്കാരൻ പറയുന്നത്. പക്ഷെ കടക്കാരൻ നോക്കിയപ്പോഴേ മാങ്ങയാലും മൂങ്ങാന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തൻ്റെ യജമാനങ്ങളായ കോൺഫറൻസിൽ വേലക്കാരൻ പറഞ്ഞ് എൻ്റെ യജമാനം തെറ്റ് പറ്റത്തില്ല. പക്ഷെ പറ്റിയല്ലോ അല്ലേ, മാങ്ങായ എഴുതി മൂങ്ങായിട്ട് വന്നു. അപ്പൊ ഇതേ പോയി ജഡ്ജിയോട് ചോദിച്ചു, ഇത് അയ്യോ കൂടെ തെറ്റുപറ്റിയതാണ്, മാങ്ങായ എഴുതിയത്. പക്ഷെ അപ്പൊ ജീവിതത്തിൽ ആർക്കും കറക്ഷന് ഒരു സമയം നമുക്ക് കൊടുക്കണം. നമ്മളെ ആരെങ്കിലും കറക്റ്റ് ചെയ്തെങ്കിൽ അതും കരുതല്ലേ. നമ്മളെ പോലത്തെ ആരോടെ പ്രശംസ കിട്ടുന്നോ കിട്ടാൻ ഒന്നും കിട്ടത്തില്ല. ആ പ്രശംസ നമ്മളേറ്റാൽ നീളയായി മാറും. അതേസമയം ആരെങ്കിലും വന്നൊരു കറക്ഷൻ, അത് നല്ലൊരു കാര്യം നേരിട്ട് നമ്മൾ അറിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചില സമയത്ത് നമ്മൾ നല്ല ഉദ്ദേശങ്ങൾ പറഞ്ഞാൽ ചിലത് തിരുവരുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രസംഗിച്ച മെസ്സേജിൽ വരുന്ന പുതിയ തലമുറയായ സുവിശേഷകർക്ക് വേണ്ടി മാതൃകയായിട്ട് അവര് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും നടത്തിപ്പാലുമായി ഷെയർ ചെയ്ത് അതിന് പരിഹരിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ വേറെ വിട്ടുപോയ ഒരാളെ പറ്റിയും പറഞ്ഞിരുന്നു. പക്ഷെ ആരോ ഒരാൾ അത് ചെയ്ത് വാട്സപ്പിൽ എടുത്തിട്ട് അത്രയും ഭാഗം കട്ട് ചെയ്ത് കൂടുതൽ ആളുകൾ കേൾക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ അദ്ദേഹം ചെയ്ത എന്തുദ്ദേശം എനിക്കറിയത്തില്ല. നമ്മളിവിടുത്തെ സമാജത്തിൽ പറഞ്ഞ കാര്യം അത് മെസ്സേജിൽ കൂടെ ഒന്ന് വാട്സപ്പിൽ കൊണ്ടിട്ട് കൊടുത്തു. നമ്മൾ നല്ല ഉദ്ദേശമാണെങ്കിൽ അതിൻ്റെ ഈ എന്താ പറയുക, ആ വ്യക്തിയുണ്ട്, ആരെക്കുറിച്ചാണെന്ന് അവർക്കറിയാം, നമുക്ക് വിഷം വരും. അത് കുറ്റമൊന്നുമില്ല. കാരണം നമ്മളെ കുറിച്ച് ഒരാൾ പറഞ്ഞാലും എക്സാമ്പിളാന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കേൾക്കുമ്പോൾ വിഷം വരും. വിഷം വരുന്നില്ലെങ്കിൽ ഒരു മച്ചോറിറ്റി എത്തിയതിൻ്റെ ലക്ഷണമുണ്ട്. അപ്പം ഞാനവിടെ കുറിച്ച് പ്രാർത്ഥികർത്താവെ ആ സഹോദരനെ അനുഗ്രഹിക്കണേ, അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന വേലകളും ഇനിയും അനുഗ്രഹിക്കണമെന്ന് കുറിച്ച് പ്രാർത്ഥിക്കുകയും ആ പ്രായമുള്ള TPM അനുഭാവിയായ ഒരു ചായൻ്റെ അഡ്വൈസ് എനിക്ക് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളാരും പൂർണ്ണരല്ല. ആര് കറക്റ്റ് ചെയ്താലും അത് നമ്മൾ ഏറ്റെടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ മുഖാന്തരം. അപ്പം മജിസ്ട്രേറ്റ് തെറ്റുപറ്റിയാലെന്ന്
അവരൊക്കെ ചിന്തിക്കുക. പണ്ട് കത്തോലിക്ക സഭയിൽ പോപ്പിന് തെറ്റാവരം ഇൻഫാലിയബിൾ പേഴ്സണാലിറ്റി ഉണ്ടെന്നുള്ളൊരു വാദമുണ്ടായിരുന്നു. പക്ഷേ ജോൺ പോൾ രണ്ടാമനും ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ ലോകത്തോട് ക്ഷമയോജിച്ച് നടക്കുക. എന്താണ് ഞങ്ങളുടെ ആളുകൾ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ, അതുകൊണ്ട് അവരുടെ വ്യക്തിത്വം കൂടത്തേ ഉള്ളൂ. നമ്മൾ ആരും നമ്മുടെ തെറ്റുകൾ കാണിച്ചു തന്നാലും നമ്മളത് ഏറ്റുകൊടുക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം കൂടും, വ്യക്തിത്വം കൂടത്തേ ഉള്ളൂ. അതാണ് എൻ്റെ വിഷയം പറയാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് സ്വീകരിക്കുകയും അത് ശരിയാക്കി മുമ്പോട്ട് പോകുമ്പോൾ നമ്മളിൽ കുറച്ചുകൂടെ മാറ്റം ഉണ്ടാകുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ തബീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് ഇന്ന് മാതൃകയായിട്ട് എടുക്കാം. വീണ്ടും വായിച്ചാൽ പറയും. വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നതാണ്. അപ്പൊ നോക്കണം, അങ്ങനെയുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കും. നമ്മുടെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക എന്നുള്ളതല്ല, നമ്മുടെ കൈ അങ്ങോട്ട് വളർത്തി കൊടുക്കുക ചെയ്യാമെങ്കിൽ അതിലൊരു അനുഗ്രഹവും സന്തോഷവും അത് സ്വീകരിക്കണം. എവിടെന്നെങ്കിലും കിട്ടുന്നല്ല വാങ്ങിച്ച് പോകാന്നുള്ളതല്ല, കിട്ടുന്ന വാങ്ങിക്കാം. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവർക്കൂടെ നന്മ ചെയ്യുന്നവരായി ദാനം ചെയ്യുന്നവരായി തീർന്നാൽ നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാകും, വ്യക്തിത്വം മാറും, സ്വഭാവത്തിൽ വ്യത്യാസം വരും. പണ്ട് ഞാൻ വേണ്ടി പറഞ്ഞില്ലേ, മദർ തെരേസയുടെ സ്ഥാപനത്തെ ഞാൻ വിസിറ്റ് ചെയ്തു കൽക്കട്ടയിൽ. ഒരിക്കൽ ഞങ്ങളോടെല്ലാം പോയ സമയത്ത് മദർ തെരേസയുടെ സ്ഥാപനത്തിൽ ഞാൻ വിസിറ്റ് ചെയ്തു. അങ്ങനെ ആ സമയങ്ങളിൽ അവിടെ പല കാര്യങ്ങളെടുത്ത് പ്രധാനപ്പെട്ട ഇൻചാർജ് സിസ്റ്ററുമായിട്ട് ഇങ്ങനെ സംസാരിക്കാനിടയായി. അപ്പോൾ ഈ മദർ ഒരു യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിട്ട് പഠിപ്പിക്കുന്ന സമയത്തിൽ താൻ പഠിപ്പിച്ച കോളേജിൻ്റെയോ സ്ഥാപനത്തിൽ നിന്ന് ഡൽഹിക്ക് നോക്കുമ്പോൾ ബംഗാളിൽ ഒരു തെരുവിൽ, അവിടെ ദൂരെയായിട്ടൊരു തെരുവിൽ ഒരു കുട്ടിയെ പട്ടി കടിച്ച് തിന്നാൻ പോകുന്നൊരു സംഭവം കണ്ടു. ക്ഷണിക്കാത്തൊരു കുട്ടിയെ ഈ മദർ ആ പുസ്തകം വലിച്ച് മേശപ്പുറത്ത് ഒരൊറ്റ ഓട്ടുകൂടി അതിൽ കുഞ്ഞിനെ രക്ഷിച്ചു. അതിനെ കഴുകി എടുത്ത് താൻ പോയി അന്ന് ദൈവം തന്നോട് സംസാരിച്ച് താൻ ദൈവത്തോട് ഇടപെടും ചെയ്തു. ഇങ്ങനെയുള്ള ആളുകൾക്ക് രക്ഷ നൽകുന്ന അനുഭവം. അങ്ങനെയാണ് മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി ഉണ്ടാക്കിയതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ചില പത്രാധിപര് അവരെ സന്ദർശിച്ച സമയത്തിൽ അവരോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രിയുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ അറിയില്ല. വലിയ കാര്യമൊന്നുമില്ല, വലിയ സംഭവങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങിയെടുക്കും. കൊച്ചിനെ കണ്ടപ്പോൾ അതിനെ കഴുകിയെടുത്ത് അതിന് ജീവൻ കൊടുത്തു. പിന്നീട് അവർ പറയുണ്ടായി, ഇതുപോലെ കരഞ്ഞിലും ദുഃഖത്തിലും കരച്ചിലും വേദനയിലും ഇരിക്കുന്ന മനുഷ്യർക്ക് ഒരു ചെറിയ ആശ്വാസം, അവരെ സന്തോഷിപ്പിക്കുക, കരയുന്ന മനുഷ്യരൊന്ന് ചിരിപ്പിക്കുക. ജസ്റ്റ് സ്മൈൽ ബിഫോർ ഡൈ. അതിനവർ ഹിന്ദി പറഞ്ഞത് മरने से पहले एक छोटी सी मुस्कुराहट, പുഞ്ചിരി. മുസ്കുറാഹട്ട് എന്ന് പറഞ്ഞാൽ പുഞ്ചിരി എന്നാണ്. അപ്പൊ ഒന്ന് പുഞ്ചിരിപ്പിക്കുക, അതല്ലേ ഏറ്റവും വേദനയിലും കഷ്ടത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യർ പുഞ്ചിരിപ്പിക്കുക. ഞാൻ പറഞ്ഞ പോലെ വണ്ടിപ്പെരിയാറിലെ കൊച്ചുകൾ പെന്തിക്കോസുകാർ പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വലിയ സന്തോഷവും ചിരിയും വന്നെങ്കിൽ പെന്തിക്കോസുകാർ കുട്ടിയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും. ദൈവരാജ്യ ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാണ് നിലനിൽക്കുന്നത്. നമ്മളതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകാറ്. എല്ലാത്തിനെയും ത്യജിച്ച് കർത്താവിനെ പിൻപറ്റുവാനുള്ള ആവേശവും സന്തോഷവും നമുക്ക് ഉണ്ടായത് ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോഴാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് പ്രതിസന്ധികളിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. ഒന്ന് വചനത്തിന്റെ നിശ്ചയം, മറ്റൊന്ന് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. അപ്പോൾ ജീവിതത്തിൽ നമ്മളൊരു പോളിസി എടുക്കണം. എന്താ? ആരെങ്കിലുമൊക്കെ നമുക്ക് വേദനയിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന മനുഷ്യരെ ഒന്ന് ചിരിപ്പിക്കുക. ജസ്റ്റ് സ്മൈൽ ബിഫോർ. മരിക്കുന്നതിന് മുമ്പ് മദർ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അനുഭവം നമുക്കും പ്രാപിച്ചെടുക്കാമെങ്കിൽ ആ ചിരി നമുക്ക് തന്നെ ഒരു സന്തോഷവും പ്രത്യാശയും ഉളവാക്കിക്കൊണ്ടിരിക്കും. മരണത്തെ പകലെ
छोटी सी एक मुस्कुराहट അവരെ ചിരിപ്പിക്കുക. അപ്പൊ അത് പിന്നീട് നോക്കണം, ആ പ്രസ്ഥാനത്തിൽ ഇതുമാത്രം മനുഷ്യര്. എൻ്റെ ഒരു സിസ്റ്ററുടെ ഒരു സിസ്റ്റർ ഇതിനകത്ത് ശേഷമുണ്ട്. ഒരു സിസ്റ്റർ ആ കാലങ്ങളിൽ കസിൻ സിസ്റ്റർ, അത് ഈ മദർ തെരേസയുടെ ത്യാഗം കണ്ട് അവിടെ പോയി സേവനം ചെയ്യണമെന്ന് ഞങ്ങളുടെ യൗവനകാലം മുഴുവനും അവിടെ പോയി സേവനം ചെയ്യാനിടയായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഉപദേശം പഠിച്ചു, കൂട്ടായ്മകളും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുവന്നെത്തിയിട്ടുണ്ട്. ഇനി ഓരോ ദിവസവും നമുക്ക് ഏതെങ്കിലും ഒരു നന്മ പ്രവർത്തനം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ ആരെങ്കിലും പറഞ്ഞല്ലോ, നമ്മുടെ എൻ്റെ ഒരു എൽഡർ ബ്രദർ, ഒരു അച്ഛന, അദ്ദേഹം എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോർട്ട് കൊച്ചിയിൽ കടൽപ്പുറത്തൂടെ ഇങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ കടൽപ്പുറത്തൂടെ നടക്കുന്ന സമയത്ത് ഒരു പ്രായപ്രധാനായ മനുഷ്യനാണ്. അദ്ദേഹത്തെ താനിങ്ങനെ കണ്ടു പരിചയപ്പെട്ടു. ഒരു ഫ്രഞ്ചുകാരനായ ഒരു 19 വയസ്സുകാരൻ. അദ്ദേഹം ഒരു ബർമുഡായ വീട്ടിൽ ബെരിയിൽ വെച്ചിട്ടുണ്ട്, ഒരു വലിയ പ്ലാസ്റ്റിക് കവറിൽ ആ ബീച്ചിൽ, ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാർ ഒരുപാടുള്ളതാണ്, ആ ബീച്ചിലുള്ള വേസ്റ്റ് പേപ്പറുകളുമായിട്ടുള്ള ഇങ്ങനെ പൊക്കി കൊടുക്കുക. അപ്പൊ ഈ ബഹുമാനപ്പെട്ട അച്ഛനെ അദ്ദേഹത്തോട് ചേർന്ന് പറയുന്ന സമയത്ത് പുള്ളി ഒരു ഫ്രഞ്ചിൽ ഒരു പാട്ട് പാടുക. ഫ്രഞ്ചിൽ താനിങ്ങനെ പാടി സന്തോഷിച്ച് ഇങ്ങനെ പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ദിവസമല്ല, അച്ഛൻ പലപ്പോഴും അവിടെ നടക്കാൻ പോകുമ്പോഴൊക്കെ ഈ മനുഷ്യൻ കാണാം. അപ്പൊ താൻ അടുത്തുകൂടി എന്തോ നിങ്ങൾ പാടുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാട്ടിന്റെ പല അർത്ഥമുണ്ട്, അതിൽ ജീവിതം എപ്പോഴും സന്തോഷിക്കുക. മറ്റൊന്ന്, നമ്മുടെ സായാഹ്ന സമയം, താൻ മനുഷ്യന്റെ മരണത്തിന് മുൻപുള്ള സമയങ്ങളിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകും, സ്വർഗവും നമ്മളെ കണ്ട് സന്തോഷിക്കും. അദ്ദേഹം പറഞ്ഞത് ബിഫോർ ദി സൺസെറ്റ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്. മറ്റൊന്ന് ബിഫോർ യു ഗോ ഹോം, നാം നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? കീപ് ദി സീഷോർ ക്ലീൻ ആൻഡ് ടൈഡി. ഇതായിരുന്നു ആ പാട്ടിന്റെ ഒരു ടാക്സാണ്. ഇതായിരുന്നു ബിഫോർ ദി സൺസെറ്റ്, ബിഫോർ യു ഗോ ഹോം, കീപ് ദി സീഷോർ ക്ലീൻ ആൻഡ് ടൈഡി. ഇത് ഫോർട്ട് കൊച്ചിയിലെ സീഷോർ ഉത്സവമല്ല, നമ്മുടെ കടൽ തീരം. നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്നത് ആകാശവും കടൽ തീരവും ചേർന്ന്, കടലും ചേർന്ന്. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് രണ്ടും ചേർന്നതാണ്, ആകാശത്തോടും കടലിനോടും. ആകാശം നമ്മുടെ സ്പിരിച്വൽ വേയും, കടലെന്ന് പറയുന്നത് നമ്മുടെ ബോഡി ആൻഡ് സ്പിരിറ്റ്. അതുകൊണ്ടാണ് കടല് എപ്പോഴും ഇങ്ങനെ കുത്തളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാട്ടുകാരൻ പറഞ്ഞതുപോലെ കടലിലെ ഓളവും കരയിലെ മോഹവും അസ്തമിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടുമ്പോഴാണ് അതിനെല്ലാം വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ നാം എപ്പോഴും ഇവിടെ വിട്ട് പോകണം, നമ്മുടെ വാഗ്ദത്ത നാട്ടിലേക്ക് പോകണമെന്നുള്ളതായ ഒരു കാഴ്ചപ്പാടുണ്ടായി. ഫോർട്ട് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്ന യഹൂദന്മാര്, പട്ടാഞ്ചേരിയിലുള്ളതായ യഹൂദന്മാരെ ഞാൻ 2 പ്രാവശ്യം അവിടെ പോകുന്ന സമയത്ത് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെപ്പോഴും പറയുന്നത് ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പോകും. അവസാനത്തെ ആളുകൾ പോയി. ചില ഒരു 30 വർഷത്തിന് മുമ്പൊക്കെ ഞാൻ 1-2 പേരെ കണ്ടപ്പോഴേ അവർ പറയുന്നതാണ്, ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പോകും. അവർക്കൊരു കുട്ടിയെ ജനിച്ചാൽ പോലും അവര് ഇസ്രായേലിൽ നിന്ന് പ്രയാണം ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയാലും അവരുടെ പാണ്ടക്കെട്ടിൽ ഒരു പിടി മണ്ണ് വെച്ചിരുന്നു. കുറച്ച് മണ്ണിങ്ങനെ ഇസ്രായേലിലെ മണ്ണുമായിക്കൊണ്ട് വരുമ്പോൾ അവർ ചെന്ന് അവരുടെ കുട്ടി എവിടെ ജനിച്ചാലും അവരാ ഇസ്രായേലിനെ കൊടുത്ത് മണ്ണിന്റെ പുറത്ത് ആദ്യം കിടന്നത്. കാരണം ഇവിടെ ജനിക്കുന്നു വാഗ്ദത്ത ദേശത്തിൽ. ദൈവം തന്റെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്ത ദേശത്താണ് ഞങ്ങളുടെ കുട്ടികൾ മരിച്ചെന്നുള്ളവരെ ജനിച്ചെന്നുള്ളവരെ പഠിപ്പിക്കുക. ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും പോയില്ലേ? 1948 ശേഷം എല്ലാ രാജ്യങ്ങളിലും യഹൂദന്മാർ വാഗ്ദത്തിലേക്ക് പോയി. പക്ഷെ അത് മെറ്റീരിയൽ ഓഫറിംഗ് മാത്രമേ ഉള്ളൂ. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ 3 വിധമായ ഓഫറിംഗാണ്. നീ കടൽക്കരയിലെ മണൽത്തരി പോലെ, അത് ഇസ്ഹാക്കിന്റെ സത്തകളാണ്. മറ്റൊരു കൂട്ടിൽ പൊടി പോലെ, നീ പൊടി പോലെ അനുഗ്രഹിക്കപ്പെടും, അത് ഇസ്മായിലിന്റെ വാഗ്ദത്തമാണെന്നാണ് അതിൽ വ്യാഖ്യാനിക്കുന്നത്.
എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടാണ് അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് പോയി ആകാശത്തിലേക്ക് അടിച്ചു കൊടുത്തു. അല്ലേ? നക്ഷത്രങ്ങളെ പോലെ എന്റെ സന്തതികൾ. അതാണ് ഗലാത്യരുടെ 14 വായിച്ച് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. നമ്മുടെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ. അപ്പൊ നേരത്തെ രണ്ടും കൂടി പ്രാപിച്ചു, അറബികളും ഇസ്രായേലും. അറബികളും ഇസ്രായേലും ഈ മെറ്റീരിയൽ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചിട്ട് മറ്റത് കിടക്കുക. അത് യേശു ക്രിസ്തുവിൽ കൂടിയാണ് മൂന്നാമത്തെ ഭാഗത്ത്. അത് ജാതികൾ ആയി നമുക്ക് യേശു ക്രിസ്തുവിൽ കൂടി. അതാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ പോകുന്നത്. അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നിത്യതയിൽ ആകാശ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. അത് നമ്മൾ ഓർത്തിട്ട് വേണം നമ്മൾ ഈ ഭൂമി ജീവിക്കാൻ. അല്ലാതെ എങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി അതും പറഞ്ഞതും പറഞ്ഞില്ല, അവൻ പറഞ്ഞു അത് പറഞ്ഞത് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്നത്. ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് പൗലോസിനെ പോലെ പറയാൻ പറ്റത്തുള്ളൂ. നല്ലപോലെ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. അതിന് പ്രോട്ടോകോൾ വിഷയമൊന്നുമില്ല. ഇപ്പൊ വിശ്വാസികളായി നിങ്ങൾ പാർഷന്മാരാകുന്നില്ല, കേട്ടോ, സെൻട്രൽ പാർഷ ആകുന്നില്ല. ഇതൊക്കെ ഈ മിഷൻ സംഘടനയ്ക്ക് വേണ്ടി വെച്ച് കൃത്യമുള്ള സ്വർഗത്തിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ചില വിചാരിക്കുന്ന സെൻട്രൽ പാർഷ ആകുന്നത് ഏതാണ് വലിയ മഹത്വം ഒന്നുമല്ല. ഞാൻ 30 വർഷത്തിന് മുമ്പ് ഈ പ്രദേശത്തിന് പ്രസംഗിച്ചിട്ടുണ്ട്. TPM-ൽ ഏറ്റവും ഗുരുതരവും പ്രശ്നമുള്ള 2 പോസ്റ്റാണ്. ഒന്ന് വിശ്വാസികൾ ഹെഡ് മാസ്റ്റർ പോസ്റ്റ്. ശരിയല്ലേ? കാരണം ഹെഡ് മാസ്റ്റർമാരായി പലരും ആ സ്ഥാനത്ത് വന്ന് പ്രസംഗം നേരിട്ട് അവരെന്നെ കൊടുത്തു പോയി കണ്ടിട്ടുണ്ട്. കാരണം അതൊരു കുഴപ്പമുണ്ട്. 2 സെൻട്രൽ പാസ്റ്റർമാരുടെ പോസ്റ്റ്. ഞാൻ പലപ്പോഴും പല സെൻട്രൽ പാസ്റ്റർമാരുടെ വളരെ മോശമാക്കി ഇടപെടുന്നതാണ്. അങ്ങനെ ഭാഗ്യമുണ്ട്. അതുപോലെ ചീഫ് പാസ്റ്റർമാരുമായിട്ട് ഇന്ന് വരെയുള്ള എല്ലാ പാസ്റ്റേഴ്സും ഞാൻ വന്നതിന് ശേഷം ഞാൻ 81-ലാണ് സുവിശേഷത്തിലേക്ക് വരുന്നത്. മദ്രാസിൽ 5 വർഷം ഉണ്ടായിരുന്നു. ഈ 5 വർഷക്കാലം മദ്രാസിൽ ചുമ്മാ ഇല്ല. എനിക്കാണെങ്കിൽ പഠിക്കുന്ന സമയത്തും ഹിസ്റ്ററിക്കാണ് ഏറ്റവും കൂടുതൽ മാറും. ഒരു ഹിസ്റ്റോറിക്കൽ ഒരു പേഴ്സൺ. അതുകൊണ്ട് ചരിത്രം പഠിക്കുക, വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഈ 5 വർഷവും അവിടുത്തെ സെലക്ഷന്മാരായ നല്ല പാസ്റ്റേഴ്സുമായിട്ട് മുകളിൽ ചെയ്തപ്പോൾ ഇങ്ങനെ തിരഞ്ഞെഴുതി പല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ പൂർവ്വീയ കാര്യങ്ങളൊക്കെ ചിലത് പറയാനിപ്പോഴും സാധിക്കുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ പാസ്റ്റർ ജേക്കബ്, പാസ്റ്റർ ഏണസ്റ്റ്, പാസ്റ്റർ ഫിലിപ്പിള്ള, അതുപോലെ തന്നെ പാസ്റ്റർ KC വർഗീസ്, പാസ്റ്റർ MG എബ്രഹാം, പാസ്റ്റർ ബോബി, പാസ്റ്റർ ഡോണിനെ കുറിച്ച് എന്നാലും ഇവരിതെല്ലാം നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് മറ്റ് പല കാര്യങ്ങളും നമുക്കത് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സുന്ദർ. അത് സുന്ദർ എന്ന് പറയുന്ന ആള് 3 പേര്. ഒന്ന് റസൽ റോസും സുന്ദർ റോസും. റസൽ റോസും സുന്ദർ റോസും എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഭാഷമാരായിരുന്നു. മധുരയിലൊക്കെ ഇരുന്ന് അദ്ദേഹം ഒരു ഭാഷ 12 കൽക്കൽ പുതിയ സ്ലേമിനെ കുറിച്ചുള്ള ഇതെല്ലാം എഴുതിയ മനുഷ്യനാണ്. നല്ല ശ്രേഷ്ഠരായ ആ ഭാഷമാരുടെ ട്രെയിനിങ് എടുത്ത് ഒരു ശിഷ്യനായിരുന്നു ഭാഷ സാം. ഇപ്പോൾ ഇരിപ്പിലിരിക്കുന്ന ഞങ്ങൾ ഒന്നിച്ച് കേസ് ഒരു വർഷം ഒരു മുറിയിൽ അപ്പുറത്തേക്ക് കണ്ടിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ പാസ്റ്റർ റസൽ റോസിന്റെ സുന്ദർ റോസിന്റെ കാര്യം പറയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞാഴ്ച ഞാൻ പറഞ്ഞ അദ്ദേഹം 2 പേരുമില്ല. അത് സാം സുന്ദർ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് സുന്ദർ സാം അല്ലെങ്കിൽ സാം സുന്ദർ. അദ്ദേഹം പാഷാലിന്റെ കാലത്ത് നമ്മുടെ ഒരു വലിയ പേരുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. പാഷാല്യം പോയതോടുകൂടി അന്നത്തെ കാലത്ത് പാസ്റ്റർ മനോഹരനെ ഇതുപോലെ പലരും പോയി കല്യാണം കഴിച്ച് വേല ചെയ്യാം എന്നൊക്കെ വിലാസിലേക്ക് പോയി. അങ്ങനെ താൻ ഈ സുന്ദരൻ, അദ്ദേഹത്തെ മലയാളത്തിൽ സുന്ദരം തന്നെ വിളിക്കും, തമിഴ് സുന്ദരം എന്ന് പറയുന്ന അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചു. താന് കീഴ്പ്പാട് ഗലീസിൽ, ഞാൻ ഗലീസിലേക്കുള്ള എനിക്കറിയാം, അവിടെ വേറെ ഏതൊരു മനുഷ്യനാണ്. താൻ വിട്ടുപോയെങ്കിലും ദൈവിക ഉപശാന്തിയും ഇവിടുത്തെ ഉപദേശങ്ങളൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത ശുശ്രൂഷയുടെ മനുഷ്യനാണ്. അപ്പം അതാണ് സാം സുന്ദർ അല്ലെങ്കിൽ സുന്ദരൻ. അത് റസൽ റോസും പാസ്റ്റർ റസൽ റോസും സുന്ദർ റോസും അല്ല. അവർ CPM-ല് വേല ചെയ്ത് അവസാനിച്ചവരാണ്. അദ്ദേഹം ഇത് പോയെങ്കിലും ആദ്യത്തെ കാലത്ത് തന്നെ കുറെ പേര് പോയി. അങ്ങനെ പോയെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ വേല ചെയ്ത് നല്ല ശ്രേഷ്ഠമായിട്ട് അന്നത്തെ കാലത്ത് 2000 വിശ്വാസം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പക്ഷേ MD തോമസിനെ വിളിച്ചു ചോദിച്ചപ്പോൾ 6000 വിശ്വാസം അദ്ദേഹത്തിന് കൊച്ചുമോനാണ് ഇപ്പോൾ ആ വേല നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ സ്ഥലത്ത് നമ്മുടെ ഉപദേശമായിരിക്കുന്ന ചില സമയത്ത് സുന്ദരം വേറെ വിട്ടുപോയതിനാണ് പ്രതിഷേധിച്ച് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അന്ന് പാർഷന്മാരുണ്ടായിരുന്ന പാർഷ കൽസിമറീസ് പാർഷ സിറ്റോട് ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ അതിനെ ശാസിക്കുമായിരുന്നു. നിങ്ങളങ്ങനെ പറയരുത്, പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ആത്മാവ് നിങ്ങളെ പിടിച്ച് അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ പലരും പിന്നീട് സുന്ദരത്തിൻ്റെ അടുത്ത് പോയി വേലകളായിട്ട് മറ്റാശ്രമിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാൻ പോകേണ്ട, അവരുടെ മിനിസ്റ്റർ ചെയ്യട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അങ്ങനെ ഓവർ തീക്ഷണത കാണിച്ച പല വേലക്കാരിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ഈ പുതിയ തലമുറയ്ക്ക് ഉണ്ടാകരുത് എന്നുള്ള നല്ല ഉദ്ദേശത്തിലാണ് നമ്മൾ ചില കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത്. പിന്നെ പാസ്റ്റർ കേസിവറിസിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും അറിയാത്തതുകൊണ്ടാണ് ഈ വേലയുടെ ഒരു നെടുത്തൂണായിരുന്നു ആര്? പാസ്റ്റർ കേസിവറിസ്. ആന്ധ്ര, കർണാടക എന്ന് പറയുന്ന അല്ലെങ്കിൽ തമിഴ്നാടിന്റെ പല സ്ഥലങ്ങളിൽ പട്ടിണി കിടന്ന് അടി വാങ്ങിച്ചു ജീവൻ പിടിച്ചു വേലയാണ്. അതുപോലെ തന്നെ കൂട്ടാർക്കിന്റെ ലോക്കലിരിക്കുന്ന സമയത്ത് ഒരു പ്രമുഖന്റെ ഒരു യാക്കോബുകാരന്റെ വീട്ടിൽ സുവിശേഷം അറിയിക്കാൻ ചെന്ന് ആ അമ്മയ്ക്ക് സുവിശേഷം കേൾക്കാൻ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അവരിച്ചിരി ഭക്ഷണമായിട്ട് കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം കയറി വന്ന് പാസ്റ്റർ കേസിവറിസിന്റെ കഴുത്തിന് കയറി പിടിച്ച് ഞെക്കിക്കൊണ്ട് തന്റെ പറമ്പിലെ കൊണ്ട് പുറത്തുള്ള നേരത്ത് ഒരു പട്ടി ഓടി വന്ന് ആ കഴുത്തിന് പിടിച്ചവന്റെ കാലെ പിടിച്ച് ആ ഉപ്പൂറ്റി വലിച്ചു വീഴുന്നത്. അങ്ങനെ ഒരുപാട് ത്യാഗം കഷ്ടം സഹിച്ചവരിൽ ഒരു നെടുന്നൂടാണ് പാസ്റ്റർ കേസിവറിസ്. അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ ഡൽഹി, ബോംബെ, വടക്കേ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ, ആന്ധ്രയിലും കർണാടകയിലും അനേക വർഷങ്ങൾ പുതിയ വേലകളെല്ലാം സ്ഥാപിച്ചത് താൻ കൂടെയാണ്. പിന്നെ കേരളത്തിലെ കൊട്ടാരക്കരയിലും മദ്രാസുകളിലും അങ്ങനെ വേല ചെയ്ത് മധുരയിൽ ചാർത്താൻ അവസാനം പ്രഭാതി പറീസ് എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തില് ആ കാലഘട്ടത്തിൽ ഏറ്റവും നെടുത്തുണ്ടായ തൂണുകളായി എണ്ണപ്പെട്ട പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന് പറയുന്ന പോലെ ആ കാലങ്ങളിൽ യേശു തോമാച്ചായന്റെ വലകയായിരുന്നു പാസ്റ്റർ കേസിവറിസ്. അങ്ങനെ അനേക വിശുദ്ധന്മാരിതിനകത്ത് ശ്രേഷ്ഠതയെ നല്ല ജീവൻ കൊടുത്ത് വേല ചെയ്ത് സ്ഥാപിച്ചതിന്റെ പരിണിത ഫലമാണെന്ന് ഈ വിഷയത്തോളം വളർന്നിരിക്കുന്നു. അപ്പൊ അവരുള്ള നല്ല മാതൃക പാസ്റ്റർ കേസിവറിസ് എഴുതിയ പാട്ട് പോലെ പിന്നീട് ആരും തന്നെ എഴുതിയിട്ടില്ല. അടവിത്തിരക്കളുടെയും മുതലിക്കൊണ്ട് സിയോനെ കുറിച്ചുള്ള എത്രയോ പാട്ടുകൾ, ഇതെല്ലാം ഒരു എനിക്കൊന്നൊരു 250-ലധികം പാട്ട് പാസ്റ്റർ കേസിവറിസ് തന്നെ എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഞാനും ബാബു ജോർജ് പാസ്റ്ററൊക്കെ സഹായികളായിട്ട് വാക്കുകൾ വേർഡ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാസ്റ്റർ ബോബിയും പാസ്റ്റർ കേസിവറിസും ഞങ്ങളും അതുപോലെ തന്നെ സിസ്റ്റർ ഗ്ലോറി എല്ലാവരും മദ്രാസ് കൂടുമായിരുന്നു. അപ്പൊ ഇങ്ങനെ പഴയ ചരിത്രങ്ങളൊക്കെ അവർ പറയും. ഞാനതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. കാരണം എനിക്ക് ഹിസ്റ്റോറിക്കലായി പഠിക്കാൻ വലിയ ഇഷ്ടമാണ്. അങ്ങനെ അനേക പാട്ടുകൾ പല സന്ദർഭങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ട സമയം തൻ്റെ ചില താഴ്ചയുടെ സമയങ്ങളൊക്കെ ദൈവം എനിക്ക് പാട്ട് പോകും. അങ്ങനെയാണ് ഞാൻ എൻ്റെ യേശുദാസിലേക്ക് പിന്നെ ഈ പറഞ്ഞ ഞാൻ യേശുവാഴ്ച മടങ്ങിടും അടവിത്തിരക്കിനിടയിൽ ഞാൻ എത്രയോ പാട്ടുകൾ ഈ പാട്ടുകാർക്കും പ്രസംഗികർക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷകളുണ്ട്. കാരണം നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർക്കൊരു താഴ്ച ചില മനുഷ്യർ വിചാരിക്കും ഇവർ ഈ ചില കുറവുകളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആ കുറവുള്ള സമയത്താണ് അവർ നിലവിളിക്കുകയും കരയുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവരുടെ വായ പുതിയ പാട്ടുകൾ ദാവീദിനെ കാണുന്നില്ലേ. ദാവീദിനത്തോളം പാട്ടെഴുതാൻ കാരണം അനേക പരീക്ഷകൾ കൂടി പോകുന്നത്. പാട്ടുകാർക്കും പ്രാസംഗികന്മാർക്കും മറ്റുള്ളവരെക്കാൾ അധിക പരീക്ഷകളുണ്ടാകും. അവരിടയ്ക്കിടയ്ക്ക് താഴ്ത്തിയില്ലെങ്കിൽ നീള സ്വഭാവം ഉണ്ടാകും. കാരണം പാട്ടുകാരും പ്രാസംഗികന്മാരെ സമൂഹം കൂടുതൽ അംഗീകരിക്കുന്നതാണ്. അപ്പൊ നീളം വരാതിരിക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് താഴ്ചകൾ, ചിലപ്പോൾ അവരെ കുറിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി അവരെ താഴ്ത്തിക്കില്ല. ദൈവം കൂടെ അനുവദിക്കും. പക്ഷെ ആ സമയത്ത് അവരെന്ത് ചെയ്യും? ദൈവത്തിൽ പോയി ആശ്രയിക്കും. അത് ഇതിനകത്ത് മാത്രമല്ല, എത്രയോ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ഈ ഫിലിപ്പോസ് എന്ന് പറയുന്ന പട്ടമല, ഫിലിപ്പോസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മിഷണറിയുടെ പ്രസംഗത്തിന് പോയി താനിരുന്ന വേട്ടമല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഫിലിപ്പോസ് എന്നാണ് തോന്നുന്നത്. അപ്പൊ അദ്ദേഹം ഒരു പ്രസംഗത്തിന് പോയി ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പണ്ടുകാലത്ത് മസൂരി, വലിയ മസൂരി വന്നതാണ്. ഇങ്ങനെ അമ്മ മസൂരി അമ്മ അല്ലേ, അതിങ്ങനെ വന്ന് വലിയ കുഴികളിങ്ങനെ ഉണ്ട്. പണ്ടത്തെ മസൂരിക്കൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെ കറുത്ത മനുഷ്യനാണ്, നല്ലൊരു ഉരുണ്ട കറുത്ത മനുഷ്യൻ. അപ്പൊ ഇദ്ദേഹം പോയി രക്ഷിക്കപ്പെട്ട കാലത്ത് മിഷണറിയുടെ
പ്രസംഗം കേൾക്കാൻ പോയി ഫ്രണ്ടിൽ പോയെങ്കിലും മിഷണറിയെ പ്രസംഗിച്ചൊക്കെ കയറി വരുന്ന സമയത്ത് താൻ പറഞ്ഞു ഒരു വാക്യം എടുത്തിട്ട് ഇരിമയുടെ വാക്യം പുള്ളിപ്പിടി തന്നെ പുള്ളിയും പിന്നെ ക്രൂശിന് തന്നെ തൂക്കും മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു കൊടുക്കുന്നത് ക്രൂശിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ക്രൂശിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഇല്ലാതെ ജനം പറഞ്ഞു ഇതാണ്ട് ഇവരെ നോക്കിയാൽ മതി. ഞാനേ നമ്മുടെ പിരിപ്പച്ചാന് പുള്ളിക്ക് അത് വേണ്ടി ഭയങ്കരതായി പബ്ലിക്കിൽ വെച്ച് തന്നെ ഒരു അപമാനിച്ചതുകൊണ്ടൊരു വിഷമത്തിൽ ആ കടിച്ചു പിടിച്ച് അവിടെ ഇന്ന് വീട്ടിൽ പോയി രാത്രി കൂടെ ഉറങ്ങാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ആ രാത്രിയിലാണ് ഈ ഒരു പാട്ട് അതുകൊണ്ടാണ് കറുത്തിരുന്നാലും പാടുന്നൊരു പാട്ടാണ്. ഒരു പാട്ടുണ്ട് നോക്കുന്നില്ല അല്ലല്ലോ. ഈ വരുമ്പോൾ ഞാൻ ഈ ഉത്തമകത്തിലെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി അതെടുത്തിരിക്കുന്നു. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ നീരുന്നീളം മാറിയിടുമോ. തന്റെ ആ ഇരുന്നത്തെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ തനിക്കുണ്ടായ പ്രയാസത്തിൽ ദൈവത്തോട് പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പാട്ടാക്കി മാറ്റി. അപ്പൊ ആ പാട്ടിന്ന് ലോകം മുഴുവനും എല്ലാവരും പാടി അനുഗ്രഹിച്ച ഒരു പാട്ടാണ്. എല്ലാ പെന്തക്കോസ്ത് ലോകം പോലും നമ്മുടെ പാട്ട് നേരത്തിലുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു വിഷമത്തിൽ തനിക്ക് ആദ്യം കിട്ടിയ പാട്ടാണ് ഏതാ? നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ എന്നിരുൾ നിറം മാറും. രാജരാജ പ്രതിമയെ അത് പഠിക്കും. നിറം മാറിയിടുമ്പോഴേ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തയായി നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ തോടവയിരുത്തുന്ന കോടവയിരുത്തുന്ന രാജാവേരും വരും എൻ പ്രിയ രക്ഷകൻ നീതിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഈ നാടുകളിൽ വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ ഇനി പോകേണ്ടതായിട്ടിരിക്കുകയാണ്. എല്ലാം പ്രതികൂലമായ കാലം. ഇപ്പൊ തന്നെ മനുഷ്യര് സോഷ്യൽ മീഡിയ മുല്ലപ്പെരിയാർ പൊട്ടും അല്ലേ? പൊട്ടാതിരിക്കേണ്ട ദൈവം നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. തീർത്ത് പലരും പറഞ്ഞിരിക്കുകയാണ് പൊട്ടാൻ പോവുകയാണ്. 40 ലക്ഷത്തോളം ജനങ്ങൾ കേരളത്തില് നഷ്ടമാകുന്ന ഒരു വാട്സപ്പ് കൂടെ പറയുന്നു. അത് സംഭവിക്കാതിരിക്കട്ടെ, ദൈവം കനിവ് കാണിക്കട്ടെ. കാരണം ഏതൊരു ഡാമിന്റെയും കാലാവധി 50 വർഷം അല്ലെങ്കിൽ 70 വർഷം മാക്സിമം. ശരിയാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ 120 വർഷത്തിന് മേളിലായെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അനർത്ഥങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കണം. അതിനു മുമ്പ് അങ്ങനെ പൊട്ടുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അതിനു മുൻപ് ഗവൺമെന്റിൽ അധികാരികൾക്ക് ദൈവം ഇടപെട്ട് കൊടുത്ത് പുതിയ ഡാം ഉണ്ടാക്കാൻ 2 സംസ്ഥാനങ്ങളോടും ദൈവം ഇടപെട്ട് അത് ചെയ്യാൻ അധികാരികളുടെ മനസ്സിൽ ദൈവം പ്രവർത്തിക്കണം. അധികാരികളെ കുറ്റം പറയുന്നത് അവരുടെ മനസ്സ് ശിശുക്കളെ പോലാണ്. വാക്യം 21 ഒന്ന് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോടുകളൊക്കെ ഇരിക്കുന്നതാണ്. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. അപ്പോൾ രാജാക്കന്മാർ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ നമ്മൾ അവരെ ഒന്ന് വിമർശിച്ച് തരം താഴ്ത്തി കാണിക്കരുത്. അവർ എല്ലാവരും കുറവ് കാണും. ചിലർ അഴിമതിക്കാർ കാണും. അഴിമതിക്കാരും പിന്നീട് രക്ഷപ്പെട്ടിട്ടില്ലല്ലോ. നല്ലവർ കാണും, അറിവില്ലാത്തവർ കാണും. ഇതിനാണ് പെന്തക്കോസ്തുകാരായ നമ്മൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മുട്ടുമേന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഭരണകർത്താക്കന്മാർക്കും
ഞാൻ ഈ കഴിഞ്ഞ പുതിയ മന്ത്രിമാരുടെ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ ബുക്കിൽ എഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ദൈവം നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ. അങ്ങനെ ആ കടമയാണ് നമ്മുടെ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പക്ഷപാതം പ്രാർത്ഥനയും യാചനയും ചെയ്യുവാൻ നാം വിളിക്കപ്പെട്ട തിമോത്തിയോസിൽ ഏതാ 1 തിമോത്തിയോസ് 2 വായിച്ച് 5-ാം വാക്യം. തിമോത്തിയോസ് ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും കൂടി സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനും എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും കൂടി സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനും കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും മുഖ്യമന്ത്രി, മന്ത്രിമാര്, MLA, MP, പ്രധാനമന്ത്രി അവരാണപ്പെടുത്ത് അവർക്ക് വേണ്ടി പിന്നെ സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാർ, IPS ഉദ്യോഗസ്ഥന്മാർ, പോലീസ്, എല്ലാവരും, ക്ലർക്ക്, സിപായി, ഇവരെല്ലാം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമ്മളെ കാണുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അവരുടെ ഭാഗത്ത് അഴിമതി കാണിക്കുന്നവർ കാണും, അന്യായം കാണിക്കുന്നവർ കാണും. അപ്പൊ ദൈവം അവരെല്ലാം യഥാസ്ഥാനപ്പെടുത്തണം, നല്ല മനുഷ്യർക്ക് കൃപ കൊടുക്കണം. ഇതിനുവേണ്ടിയുള്ള നമ്മുടെ കുടുംബം പ്രാർത്ഥിക്കണം. യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കും. അങ്ങനെ ഡ്യൂട്ടി നമുക്കുണ്ട്. സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ നമ്മള് പബ്ലിക്കിൽ നമ്മൾ ആരെയും വിമർശിക്കരുത്. ഒരിക്കലും വിമർശിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയമിക്കപ്പെട്ട ഒറ്റ വാക്കുണ്ട്. ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയമിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് പാർട്ടിയില്ല, എല്ലാവരും ഞങ്ങൾ ഒരുപോലെ കാണും. അതാണ് പെന്തിക്കോസ്തിന്റെ. ഒരു പക്ഷത്തേക്ക് തിരിയരുത്. തിരിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടും, നിത്യതയും നഷ്ടപ്പെടും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ് ബൈബിൾ തന്നിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ യഥാസ്ഥാനപ്പെടുത്താം, എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഒരു കമ്പനിക്കാരൻ ഒരു സാധനം ഇറക്കുമ്പോൾ അതിനൊരു മാനുവൽ ഡേറ്റ കൊടുക്കും, അല്ലേ? ഒരു ബുക്ക് കൊടുക്കും, ഒരു മാനുവൽ ആയിട്ട് കൊടുക്കാൻ. ആ മാനുവൽ വെച്ചാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതുപോലെയാണ് മനുഷ്യ ജീവിതത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാം. അതാണ് ബൈബിൾ എന്ന് പറയുന്നത്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിലുള്ളതായ ഒരു മാനുവൽ ബുക്കാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ ബൈബിൾ ശരിയായിട്ട് നമ്മൾ വായിച്ചു പഠിച്ചാൽ എല്ലാ മനുഷ്യർക്കും നല്ല ജീവനം ചെയ്യാൻ പറ്റിയ സന്ദേശം ഇതിനകത്ത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ബൈബിൾ വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനകത്ത് യഥാർത്ഥമായ ദൈവം, യഥാർത്ഥമായ മനുഷ്യൻ, യഥാർത്ഥ ജീവിതം, യഥാർത്ഥ സ്വർഗം, നിത്യത കൃത്യമായിട്ട് ഈ ബൈബിൾ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ 43 വർഷമായിട്ട് ഞാനിന്ന് താത്വികകാലം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് പഠിക്കുന്നതോട് നമ്മുടെ യഥാർത്ഥ സത്യങ്ങൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ഒരു കാലത്ത് നമ്മൾ കല്ലിനെയും മണ്ണിനെയും പിന്നെ കാണുന്നതിനൊക്കെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്തുനിന്ന് ദൈവം ആത്മാവാകുന്നതും ആ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ സത്യത്തിലൂടെ ആരാധിക്കുന്നത് വ്യക്തമായ കാഴ്ചപ്പാട് കിട്ടി. അതുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല പുസ്തകമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. വേറൊന്നും പഠിച്ചിട്ടില്ല. ഇനി അതിനകത്തൊരു വാക്യം, സദൃശവാക്യം 22:4 വായിക്കുമ്പോൾ താഴ്മയ്ക്കും യഹോവയ്ക്കുമുള്ള പ്രതിഫലം ധനവും ജീവനും. അവർ 2 കോഴ്സ് പഠിക്കും, 2 കാര്യം പഠിച്ചാൽ മതി. ഒരുപാട് കാശ് കൊടുത്തു, ലക്ഷങ്ങൾ കൊടുത്തു നിങ്ങൾ പഠിക്കാൻ പോകാൻ സാധിച്ചില്ലെങ്കിൽ ഇത് പഠിച്ചാൽ മതി. ഏതാ 2 സബ്ജക്റ്റ് എന്തൊക്കെയാണ് വായിച്ച് തമിഴ് പഠിക്കുക. നീതിമൊഴികൾ 22-ാം അധ്യായം 4-ാം വചനം. താഴ്മയ്ക്കും കർത്തൃക്ക് ഭയപ്പെടും വരും ഫലം ഐശ്വര്യവും മഹിമയും ജീവനുമാണ്. അപ്പൊ ഐശ്വര്യവും പിന്നെ മഹിമയും ജീവൻ, ഇത് 3 കിട്ടിയ പോലെ ലോകത്തിലെ ഐശ്വര്യവും മഹിമയും കിട്ടും. പക്ഷെ അവസാനം മരണം യേശു എന്നെ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും. അപ്പൊ പിള്ളേരെ പഠിപ്പിച്ചാൽ പോലെ എത്രമാത്രം കടമെടുത്ത് ലോണൊക്കെ എടുത്ത് പഠിപ്പിക്കുന്നത് എന്തൊക്കെയാ നമ്മൾ വായിച്ചത്? താഴ്മയ്ക്കും കർത്തൃക്ക് ഭയപ്പെടുന്നതാണ് മലയാളത്തിൽ വായിച്ചത്. പോരെ? അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. വലിയ മുതൽമുടക്കൊന്നുമില്ല, പക്ഷെ കിട്ടുന്ന ഭയങ്കരമാണ്. ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ? ആക്രിക്കടയ്ക്ക് പോലും വേണ്ടാത്ത ഞങ്ങളെയൊക്കെ തമ്പുരാൻ മനുഷ്യർ ഉപേക്ഷിച്ച് വരുമ്പോൾ
ഞങ്ങളെ വിളിച്ച് ബന്ധുക്കോസ് വന്ന് വചനം വായിപ്പിച്ച് ഇപ്പം 10 പേർക്ക് പ്രയോജനമാകുന്നില്ല. ഒരു ജീവിതം കൊണ്ട് പാഠ്യജന്മങ്ങളായി ജീവിച്ച് ഞങ്ങളെയൊക്കെ തമ്പുരാൻ വിളിച്ച് രക്ഷിച്ച് ബന്ധുക്കോസ് കൊണ്ടുവന്ന് നല്ല നടത്തിപ്പാറ കീഴിലെ അഭ്യസനമൊക്കെ തന്നെങ്കിൽ വിട്ടുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 പേർക്കെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടല്ലോ. നിങ്ങളൊക്കെ 2 പിള്ളേരെ വളർത്തി ഒരു കുടുംബം നടത്തുമ്പോൾ ഞങ്ങൾ എത്രമാത്രം കുടുംബങ്ങളെ പരിചരിക്കുന്നു എടുക്കുന്നതും അതൊരു ഭാഗ്യമല്ലേ? അത് ആ ഭാഗ്യമാണ് ഞങ്ങൾ കണ്ടെത്തല്ല. ഇവിടെ പ്രോട്ടോകോൾ അനുസരിച്ച് കസേര കിട്ടുന്നുണ്ടോ, പിന്നെ അല്ലെങ്കിൽ ഏതാ സ്ഥാനം കിട്ടുന്നുണ്ടോ, ഇതൊന്നും നിശ്ചിത ഒരു വിഷയമൊന്നുമല്ല. നമുക്കറിയാം ബൈബിളിലെ തമ്പുരാനിക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല. പലയിടത്തും മൂത്തവനെ താഴ്ത്തിയിട്ട് രണ്ടാമത്തവനെ ഉയർത്തുന്ന ദൈവത്തിന്റെ സ്വഭാവം. പിന്നെ ഏലിയുടെ കുടുംബത്തിൽ നമ്മുടെയൊക്കെ പാട്ട് പറഞ്ഞ വലിയ ഭാഷം സെൻട്രൽ ഭാഷയൊക്കെ പോസ്റ്റിലുള്ള ഏലിയുടെ മക്കളൊക്കെ ഉള്ളപ്പോൾ ഇന്നലെ സുവിശേഷങ്ങളിലേക്ക് വന്ന ആ ശമൂലിനോടാണ് ദൈവം സംസാരിക്കുന്നത്. ശമൂലിയെന്ന് വിളിച്ചു. എനിക്കത് കാര്യം ഞാനൊക്കെ ആരംഭിച്ചു എന്റെ ദൈവമേ, ഇവൻ ഈ കൊച്ചു പയ്യനോട് ഇതൊക്കെ പറഞ്ഞത് അവർ പിന്മാറി പോകത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ള ആദ്യത്തിൽ. ഈ ഏഴിയുടെ കുടുംബത്തിൽ ഞാൻ ഇല്ലാതാക്കാൻ പോകാണ് അവന്റെ പൗരോഹിത്യ എടുത്തുകൾ എന്തൊക്കെയാ ദൈവം ശമൂലിനോട് പറഞ്ഞു. അവിടെ ശമൂലി പിന്മാറി പോയില്ലല്ലോ, ദൈവത്തിനറിയാം. അപ്പൊ അത്രയും വലിയ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കസേരയിൽ ഇരിക്കുന്ന 3 അച്ചായന്മാരോട് ഇരുന്നിട്ട് ദൈവം ആരോട് സംസാരിച്ചത്? ഇന്നലെ ട്രെയിനിങ്ങിന് കഷ്ടിച്ച് പോലും ആകാത്ത ഒരു കൊച്ചു ബാലനോടാണ് ദൈവം ഭാവിയിൽ സംഭവിക്കാൻ സംസാരിക്കുന്നത്. അങ്ങനെ ഏതെല്ലാം സമയങ്ങളിൽ അല്ലേ, എത്രയോ സന്ദർഭങ്ങളിൽ ബാബിലോണിൽ രാജാക്കന്മാരെല്ലാം ഇരിക്കുമ്പോൾ പാവപ്പെട്ട ഒരു ദാനിയനോടല്ല ദൈവം സംസാരിക്കുന്നത്. അങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ആലോചന തനിക്ക് ബോധിച്ചവർ, തങ്ങൾ ഏകാഗ്രന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ടഭൂമിയല്ല ഇവിടെയാണ്. ഇസ്രായേലിൽ സംഖ്യാപുസ്തകം 25 ഇസ്രായേൽ പാളയത്തിൽ മഹാപ്രേക്ഷ നടക്കുമ്പോൾ മോശയും അഹരോനും എല്ലാം പകച്ചു നിൽക്കുമ്പോൾ കൊച്ചുമകനായ ഫിനഹാസ് ചെയ്തു. ഫിനഹാസ് ഒരു ന്യായവിധി നടത്തിയപ്പോൾ കൊച്ചു പയ്യന് ദൈവം തമ്പുരാൻ അവന്റെ പേരെടുത്ത് പറഞ്ഞു, ഫിനഹാസ് എനിക്ക് വേണ്ടി തീഷ്ണത കാണിച്ചുകൊണ്ട് ഞാൻ ഈ പൗരോഹിത്യത്തിൽ സംഖ്യാപുസ്തകം 25:11 വായിക്കാം. കൊച്ചുമോനെയാണ് നിന്നോട് സെലക്ട് ചെയ്തത്. അപ്പൊ ദൈവം നോക്കുന്നത് നിന്റെ പ്രോട്ടോകോൾ അല്ല ദൈവം നോക്കുന്നത്. നിനക്ക് എത്ര ഡെസ്റ്റിനേഷൻ ഉണ്ട്, എത്ര ബാഡ്ജ് ഉണ്ട്, ഇതൊന്നുമല്ല. നീ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിന്. ഒരാൾ പറഞ്ഞുകൊണ്ടത് 3 കാര്യമാണ് ദൈവം അന്വേഷിക്കുന്നത്. ആദാമേ, നീ എവിടെ, നീ ഇപ്പോൾ എവിടെയാണ് അന്വേഷിക്കുന്നത്. നീ എന്ത് ചെയ്തു, എന്താ ചെയ്തത്? കാര്യം ചോദിച്ചത്, നീ എന്ത് ചെയ്തു, എന്താ ചെയ്തത്? സഹോദരനെ കൊലപ്പെടുത്തിട്ട് നിൽക്കുക. അപ്പൊ അവൻ ചോദിക്കും, ഞാൻ സഹോദരൻ കാവൽക്കാരൻ. അതെ, നമ്മളെല്ലാവരും അന്വേഷണം കാവൽക്കാരാണ്. രണ്ടാമത്തെ ചോദ്യം, നീ എന്ത് ചെയ്തു, നീ എവിടെയാണ്, നീ ഇപ്പോൾ എന്ത് ചെയ്തു, ഇനി എന്താണ് നിന്റെ പദ്ധതി? ഇതൊക്കെയാണ് ദൈവത്തിന്റെ ചോദ്യം. അല്ലാതെ അവിടെ നീ മൂത്ത പാസ്റ്ററാണോ, മൂത്ത അപ്പച്ചനാണോ, ഇതൊന്നും ദൈവത്തിന് വലിയ കവിത. സംഘടന ബേസിൽ വരുമ്പോൾ ഓരോ പൊസിഷൻ ഓരോരുത്തർ വേണം. അതിന് ദൈവം മനുഷ്യരൊക്കെ തിരഞ്ഞെടുത്ത് വെക്കും. അത് പല യോഗ്യന്മാർ തന്നെയാണ്. ചിലര് ആ യോഗ്യതയിൽ പോകും. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചീഫ് പാസ്റ്റർ തട്ടിപ്പോയില്ലേ, അങ്ങനെ എത്ര പേര് പോകുന്നു. വിശ്വസ്തരല്ലാത്തവര് തന്നെ പോകുന്ന കാലങ്ങളുണ്ട്. ഇതിനെക്കൂടെ തന്നെ ഏറ്റവും വലിയ ചീഫ് പാസ്റ്ററിലേക്ക് പോയത് അങ്ങനെ നടക്കും. അവിടെ വിശ്വസ്തരെ ദൈവം നോക്കുന്നു. അവിടെ പ്രായമൊന്നുമില്ല, അവിടെ വിശ്വാസിയാവുന്ന വേലക്കാരല്ല, ദൈവത്തിന് വിഷയമൊന്നുമില്ല. ആരും 26 പുസ്തകത്തിൽ വായിക്കുമ്പോൾ തങ്ങൾ ഏകാഗ്രചിത്തന്മാരിൽ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ട ഭൂമിയെല്ലാം കൂടാടിക്കൊണ്ടിരിക്കുന്നു. ഈ പെന്തക്കോസ്ത് മിഷനിലെ പ്രധാനപ്പെട്ട ആളുകളല്ല, മറ്റു പെന്തക്കോസ്തിലെ സെക്രട്ടറി പ്രസിഡന്റിന്റെ മേലല്ല കണ്ണ. ദൈവം നോക്കുന്നു വിശ്വസ്തരായവരുണ്ട്. വായിച്ചു 2 ദിനവൃത്താന്തം 16:9 വായിക്കാം.
ദൈവത്താൽ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ആ കൂട്ടത്തിൽ പലരെ ദൈവം കണ്ടു. അതിലൊരുത്തനാണ് ഈശായുടെ മകനെ, ഇളയ മകനെയാണ്. ഈശായി കണ്ടത് മൂത്തവരെയാണ്. മൂത്തവരെന്നുള്ള കാര്യമൊന്നുമില്ല. ചില ഇളവിനാണ്. വെണ്ടയ്ക്ക മൂത്ത് വരണമെന്നല്ലോ, ബീൻസ് മൂത്തരണമുണ്ടോ? ഇല്ലല്ലോ. അപ്പം മൂത്തെന്ന് പറയുന്നത് വലിയ അർത്ഥമൊന്നുമില്ല. എന്നാൽ ചിലയിടത്ത് മൂത്തതിന് പ്രാധാന്യമുണ്ട്, ഇല്ലെന്നില്ല. ഇതൊക്കെ അതിന്റെ സമയാസമയം ദൈവം ചെയ്തോളൂ. അപ്പോൾ മൂത്ത 7 പേരെ കാണിച്ചു. ഈശായി കൊണ്ടുവന്ന് ശമ്പലിനോട് മൂത്ത 7 കാണിച്ചിട്ട് ദൈവം പറഞ്ഞ് ഈ മുഖമോ പൊക്കമോ നോക്കരുത്. ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന 5 പേര് അവരെ കൊണ്ടുപോകാം. ആരാ? ദാവീദ്. ഈശായുടെ മകനെ എടുത്ത് രാജാവായി. ഇതാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട്. ഞങ്ങൾ ഏകാഗ്രചിത്തന്മാരായി. അല്ലാതെ ഇവിടെ പെന്തക്കോസ്തിലെ പദവി കിട്ടിയവർക്കല്ല. ഇവിടുത്തെ പദവി ഇവിടുത്തെ നമ്മുടെ ഭാഷന്മാരെ കിട്ടില്ല. പണ്ടൊരാൾ പറഞ്ഞ പോലെ പണ്ട് മറ്റൊരു പെന്തക്കോസ്തിലെ ദൈവദാസൻ പുസ്തകമില്ല. ഇവിടുത്തെ ചീഫ് ഭാഷ പോലെ ഇന്നലെ പറഞ്ഞ ട്രെയിനിങ്ങിൽ ഉപദേശിക്കുന്നവരെയും ഒരേ ഡ്രസ്സാണ്. അവരെ കണ്ട വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഭാഷ ജേക്കബിന് മുതൽ ഭാഷ എബ്രഹാമിന് വരെയും വളരെ അടുത്ത് പരിചയപ്പെട്ട മനുഷ്യനാണ്. എത്രയോ നല്ല മനുഷ്യരാണ്. താഴ്മയും വിനയവും. പിന്നെ ആരെങ്കിലുമൊക്കെ കസത്ത് കാണിച്ചെങ്കിൽ അവരൊക്കെ ഇത് താഴ്ത്തിട്ടുണ്ട്. രാസർപ്പത്തിനെ കുറിച്ച് പറയുമ്പോഴേ പറയുന്നത് എന്താ? അവന്റെ സൗമ്യതയുടെ വലിയവനാണ്. അങ്ങനെ അതിന് സിയോൺ കാലത്തിലും ഗുഡ് ന്യൂസിന് വേണ്ടി ഈ ലാസർപ്പത്ത് എന്ന് പറയുന്ന ആളെ മറ്റു പെന്തക്കോസ്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. CPM-ലായതുകൊണ്ട് അദ്ദേഹം ചീഫ് പാസ്റ്ററായി. ഞാൻ വായിച്ചത് സിയോൺ കാലത്ത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഉണ്ട് എല്ലായിടത്തും ഇല്ലേ? കർത്താവിന്റെ 12 യൂദ പണത്തിന്റെ 10 ദിവസം വഴിപാടുകൾ നടന്നവരല്ലേ? ഇല്ലേ? പാടുകൾ നടന്നവരാ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുറേയൊക്കെ തന്നാൽ കുറേയൊക്കെ പോകും. നമുക്കറിയാം, ഒരു തെങ്ങിന്റെ കുറെ വെട്ടിയിട്ട് നിൽക്കട്ടെ, 18 തേങ്ങ, 2 പേട, ബാക്കി 16 കൊള്ളാം. 2 പേടാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തെങ്ങ് വിട്ടുപോകും? സാമൂലെ വിട്ടുപോകും. 2 പോയി, ബാക്കി 16 നമ്മൾ തെങ്ങ് വെട്ടിക്കളില്ലല്ലോ. ഏത് പ്രസ്ഥാനത്തിലും കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് മിഷൻ വരെയും അച്ഛന്മാരുടെയും കന്യാസിന്റെയും വേറെക്കാരുടെയും സൗകര്യമാരുടെയൊക്കെ വീഴ്ചകൾ വരും. മനുഷ്യനല്ലേ? പക്ഷെ അതുകൊണ്ട് പോയി യുദ്ധത്തിന് പോകുന്ന മനുഷ്യനെ നോക്കുമ്പോൾ യുദ്ധത്തിൽ പെട്ടുപോകും പലരും. അവിടെ യുദ്ധം നിൽക്കും. ബാക്കിയുള്ള പോരാളികൾ ജയിക്കും. വേദോസ്തം പറഞ്ഞ് ജയിക്കുന്നവൻ എന്നോട് കൂടെ വീട് പോകുന്നതിനും താഴ്ത്തു പോകുന്നതിനും പട്ടു പോകുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ ലിസ്റ്റിലൊന്നുമില്ല. അവിടെ പറയുന്നത് ജയിക്കുന്നവൻ. വെളിപ്പാട് 3:22 വായിക്കും, ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരുന്നു. അതാ പൗലോസ് പറയുന്നത്. നല്ലപ്പോൾ പൊരുതി ഓട്ടം തികച്ചു. നോക്കണം, യാക്കോബിനെ ഒരു ഭക്തനാണെങ്കിലും 22 വർഷക്കാലം മുമ്പ് നിരാശയും ദുഃഖവും പിന്മാറ്റമായിരുന്നു. തന്റെ മനസ്സിൽ തോന്നിയ ആ തോന്നിയവും ഉണ്ടാക്കിയാണ്. എന്താ പറയുക? യോസേഫില്ല, ഉൽപ്പത്തി പുസ്തകം 42. ജോസഫില്ല, പിന്നെ സിമിയോനില്ല, ബെന്യാമിനും പോകുന്നു. സകലം എനിക്ക് പ്രതികൂലം, എന്റെ നല്ല ദുഃഖത്തോടെ. എത്ര വർഷം? 22 വർഷം. 17-ാമത്തെ വയസ്സിൽ ജോസഫ് മിസ്രൈമിൽ പോയി. 30-ാമത്തെ വയസ്സിൽ രാജാവായി. 7 വർഷം ഐശ്വര്യകാലം, 2 വർഷം പഞ്ഞകാലം. അപ്പോൾ 13-22 വർഷക്കാലം നമ്മുടെ പ്രിയപ്പെട്ട യാക്കോബ് അപ്പച്ചൻ പിന്മാറ്റത്തിന്റെ കൊടുമുടിയിരിക്കുകയാണ്. എന്നാൽ ദൈവം സ്നേഹിച്ചതുകൊണ്ട് കരുതിയത് കൊണ്ടും പെട്ടെന്ന് എന്റെ അവസ്ഥ മാറിയില്ലേ? പെട്ടെന്ന് പറയുന്നു, വായിച്ച വാക്കി 42 നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു. ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങും. എന്നാൽ വീണ്ടും വചനവും വാഗ്ദത്തങ്ങളും, യോസേഫിന്റെ വചനവും യോസേഫ് വായിച്ച ഏതോ കണ്ടപ്പോൾ യാക്കോബ് ചെയ്തിട്ട് വായിച്ച വാക്കി 45-27. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും അവന്റെ ആവി ഉയർപ്പിച്ചത്. അപ്പൊ പിന്മാറ്റത്തിൽ 22 വർഷക്കാലം കഴിഞ്ഞ് യാക്കോബിന് ഉയർത്താമെങ്കിൽ നിങ്ങൾക്കും ഉയർത്താം. നിങ്ങൾ 2 വർഷം കഴിഞ്ഞ കാലത്തിൽ പെന്തക്കോസ്തോ ക്രിസ്ത്യാനിയോ ക്രിസ്ത്യാനോ ആരുമായിക്കോട്ടെ,
ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയവർ ആര് തന്നെയാണ്? നമുക്കറിയാം, നമ്മുടെയൊക്കെ ബാല്യകാലത്തിൽ ഈ കേരളത്തിന്റെ ഏത് പണിയിൽ പോയാലും, ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും ഏത് മനുഷ്യരായാലും ശരി, പ്രാർത്ഥന നാമം ചെല്ലുന്നത് ആത്മാർത്ഥമാണല്ലോ. അതൊക്കെ ഒരു ഐശ്വര്യമായിട്ടുണ്ടല്ലോ. ഇന്ന് അവിടെ പോയി. അതുകൊണ്ട് കഴിഞ്ഞ 22 വർഷക്കാലം നീ പിന്മാറ്റക്കാരനായിരുന്നാലും നിന്നെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയും. യോസേഫിന്റെ വചനങ്ങളും യോസേഫ് അയച്ച രഥങ്ങളും വായിക്കപ്പെട്ട് വായിക്കാം. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അതിന് മുമ്പ് അവന്മാര് പറഞ്ഞ് വിശ്വസിച്ചില്ല. കാരണം ഇവരെ അറിയാമോ? നമുക്കറിയില്ല. നമ്മുടെ സഭയിൽ ആത്മീയ ആൾക്കാരെല്ലാവരും വേണ്ടി അറിയാലേ. ഇവരെ ഞാൻ 30 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കാന്ന് പറയും. അങ്ങനെ നമ്മളെ തമ്മിൽ അറിയുന്നതല്ല. അതുകൊണ്ടാണ് യാക്കോബിന്റെ മക്കള് യോസേഫ് ജീവനോടിരിക്കുന്നത് നാം വിശ്വസിച്ചില്ല. കാരണം എന്റെ മക്കളല്ലേ ഇതല്ല, നമ്മാരെ അറിയാൻ നമ്മൾ അവരുടെ അറിയാവുന്ന വിശ്വസിച്ചില്ല. പക്ഷേ ജോസേഫിന്റെ വചനങ്ങൾ വ്യത്യാസമുണ്ട്. യോസേഫ് അയച്ച രഥം നമ്മുടെ വചനങ്ങളാണ്. രഥം എന്താ? വാഗ്ദത്തങ്ങൾ. ദൈവത്തിന്റെ രഥങ്ങൾ 1000 68 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ രഥം 1000 1000 10,000 കോടി കോടി. എന്താ ഈ രഥം? വാഗ്ദത്തങ്ങളാണ്. 2 പത്രോസ് 1-4 വായിക്കുമ്പോൾ നമ്മുടെ വലിയ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. നാശം വിട്ടു. യാക്കോബ് 22 വർഷത്തിന് ശേഷമാണ് നാശം വിട്ടു നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. 22, 30, 40 വായിക്കൊണ്ട് എന്ത് ചെയ്യണം? യോസേഫ് പറഞ്ഞ വചനവും യോസേഫ് അയച്ച രഥങ്ങളെ വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് നിനക്കും പുതുജീവൻ പ്രാപിക്കാൻ വചനങ്ങൾ. ബൈബിളിലുള്ള വചനങ്ങൾ നല്ല വചനങ്ങൾ. രണ്ടാമത് നല്ല വാഗ്ദത്തങ്ങൾ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, എന്നെ വിശ്വസിക്കാൻ മരിച്ചാലും ജീവിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നിന്റെ പാപം ഞാൻ കാർമുകിൽ പോലെ മായ്ച്ചു കളയുന്നു. ഇങ്ങനെയുള്ള വചനങ്ങളെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് ജീവൻ പ്രാപിക്കും. PG സാമുവിന്റെ ജ്യേഷ്ഠൻ ഒരു മർത്തോമക്കാരന് ചരിത്രത്തിലല്ല. ഞാൻ പലപ്പോഴും വീട്ടിൽ വിസിറ്റ് ചെയ്യും. 88 വയസ്സുള്ള അച്ഛൻ പെട്ടെന്ന് രോഗിയായി, ക്ഷീണിതനായി, എല്ലാവരും മരിച്ചു പോകുകയായിട്ടുണ്ട്. ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് പോകും. മർത്തോമക്കാരന് ഒരാഴ്ച 2 ആഴ്ച ഞാൻ ഇവിടെ വീട് കാണാൻ കൂടുതലും ചെറുപ്പക്കാരനെ പോയി അത് ഉത്സാഹത്തോടെ ഞാൻ ചിന്താ എന്റെ ബ്രദറെ, ഞാനിങ്ങനെ മരണാവസ്ഥ കിടക്കുമ്പോൾ എനിക്കൊരു വാക്യം ദൈവം. ഞാൻ ചെയ്ത ഫിലിപ്പിയയിലെ 3-ാം വാക്യത്തിൽ പുള്ളി പറയും, ഈ താഴ്ചയുള്ള ശരീരം ഇത്തിരി പവറില്ല. ഈ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോടെന്ന് പറയുമ്പോഴേ പുള്ളി കട്ടിലെ ചാടും. ദിവസമെന്നല്ല പത്തോക്കാത്ത അങ്ങനെ പുള്ളിയുടെ മരണം പുള്ളി കേൾക്കും. ഈ താഴ്ചയുടെ ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുഭവമായി ഈ വചനം. മർത്തോമക്കാരനാണ്, നല്ല വചനം അറിയാവുന്ന ആ ബലഹീന സമയത്ത് തന്റെ വചനത്തെ കേൾപ്പിച്ചു. പിന്നീട് കുറച്ചുകൂടെ നല്ല ഉത്സാഹത്തോടെ ജീവിച്ചു മനുഷ്യൻ. ഞാൻ നേരിട്ട് സാക്ഷിയാണ്. അപ്പോൾ വചനങ്ങളും വാഗ്ദത്തങ്ങളും നമ്മൾ വിശ്വസിക്കണം. ബാക്കി പലരും പറയുന്ന അങ്ങനെ കൊണ്ട് വാട്സപ്പിൽ കാണും, യൂട്യൂബിൽ കാണും, നല്ല വശത്തിൽ ബാക്കി വിട്ടേക്കുന്നത്. താറാവ് തീറ്റിക്കുന്ന പോലെ വേണ്ടതെടുക്കുക, വേണ്ടാത്ത വിട്ടേക്കുക. ഒരുപാട് ഇങ്ങനെ വരും. മനുഷ്യർ പറയും, ചില അബദ്ധങ്ങൾ കാണും, പോരായ്മ കാണും, ഇതൊന്നും കുറേ തത്വങ്ങളുണ്ട്. എനിക്കെന്താണ് ആവശ്യം? നല്ല വാഗ്ദത്തങ്ങളെ വചനങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ആത്മ ഉയർപ്പിക്കും. ദുഃഖത്തോട് നിറയെ പാതാളത്തിൽ ഇറങ്ങുമെന്ന് 22 വർഷമായി കോറസ് പാടിയ പഴയ വിശ്വാസിയെ പറ്റി ഇപ്പോൾ എന്ത് പറയുന്നു? വാഗ്ദത്തങ്ങൾ വചനങ്ങൾ തന്നെ ഉയർപ്പിച്ചപ്പോൾ ഇപ്പോൾ പുള്ളി പറയുക, മതി. എന്ത് മതി? അവിശ്വാസത്തിന് മതി, പിന്മാറ്റം മതി, അധൈര്യം മതി. ഞാൻ പോകും. ആരെ കാണാൻ? എന്റെ മകനെ ജോസഫിനെ കാണാൻ. വായിച്ചു മതി. എത്ര വാക്യം? 45, 30, 45, 28. മതി. എന്റെ മകൻ ജോസഫിനെ ജീവനോടെ ഞാൻ പോയി കാണും. പ്രത്യാശ, ദൈവങ്ങളുടെ പ്രത്യാശ. നമ്മുടെ ജോസഫിനെ അറിയാം. രാജാവായി ഫറവോന്റെ വലതുഭാഗത്തിരിക്കുന്ന ജോസഫിനെ അല്ല, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന നമ്മുടെ ജോസഫിനെ, യേശുവിനെ നമ്മൾ കാണാൻ പോവുകയാണ്. അന്യനല്ല.
എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും. അന്യനല്ല, പാടില്ലേ? അന്യനല്ല, എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ. 22 വർഷം പിന്മാറ്റത്തിൽ നിന്ന് മനുഷ്യൻ നിമിഷങ്ങൾ ഉയർപ്പിച്ചെങ്കിൽ നിനക്ക് ഉയർപ്പിക്കാൻ കഴിയും. വിശ്വസിക്കുക, വചനത്തെ, വാഗ്ദത്തത്തെ വിശ്വസിക്കുക. മനുഷ്യന്റെ വേണ്ടാത്ത കാര്യങ്ങൾ അതെല്ലാം എവിടെയെങ്കിലും കാണും, അത് നോക്കാൻ പോകണ്ട. ദൈവത്തിന്റെ വചനത്തെ, വാഗ്ദത്തത്തെ വിശ്വസിച്ചാൽ നിനക്ക് ഉയർപ്പിക്കാൻ കഴിയും. ഇവിടെ ഇതാ തബീത നോക്കണം, മരിച്ചു. ചെറുപ്പക്കാരി, വളരെ ബാല്യപ്രായത്തിൽ, ടീനേജിൽ അവർക്കൊരു ചിന്തയുണ്ടായിരുന്നു. അവിടെ വിധവന്മാർക്ക് ചട്ട തയ്ച്ചു കൊടുക്കണം, അല്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തയ്ച്ചു കൊടുക്കുക. അവരുടെ ആവശ്യങ്ങളൊക്കെ അവിടെ തുണിയൊക്കെ എടുത്തുകൊണ്ട് തയ്ച്ചു കൊടുക്കുക, അവർ ഭക്ഷണം കൊടുക്കുക, ചായ കൊടുക്കുക. വിധവന്മാരാകാത്ത ഒരുപാടുണ്ട്. എന്താ കാരണം? വിധവന്മാരെന്ന് പറഞ്ഞാൽ പ്രായത്തിലല്ലായിരുന്നു. ആണുങ്ങളെല്ലാം നീറോ ചക്രവർത്തിയും റൊമേഷൻ ചക്രവർത്തിയും രക്തസാക്ഷികളായി കൊല്ലുകയാണ്. അങ്ങനെ ആണുങ്ങളെല്ലാം കൊന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ ഒരുപാട് ആവശ്യം. അങ്ങനെ വിധവന്മാരെല്ലാവരും പിരിയും. ആ വിധവന്മാരെ ശുശ്രൂഷിക്കുന്ന ഒരു ജോലി ആരേറ്റെടുത്തു? ഈ തബീത. അങ്ങനെ തബീത ജോലിയുടെ ഭാരത്താൽ ആൾ മരിച്ചുപോയി. അങ്ങനെ മരിച്ച ഈ സമയത്ത് യോപ്പായി തൊട്ട് അടുത്ത സ്ഥലത്ത് നമ്മുടെ ചീഫ് പാസ്റ്റർ ഉണ്ട്, ബഹുമാനപ്പെട്ട ചീഫ് പാസ്റ്റർ ശീമോൻ പത്രോസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും സന്തോഷവും ചീഫ് പാസ്റ്റർ അടക്കം, അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ചിലക്ക് ആഗ്രഹിക്കും. കൊടുക്കം നന്നായില്ലെങ്കിലും അടക്കം നന്നാവണമെന്ന് എല്ലാം ആഗ്രഹിക്കുന്നു. ഞങ്ങളെ കൊണ്ടൊരു അടക്കം നന്നായില്ലെങ്കിലും കൊടുക്കം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ചീഫ് പാസ്റ്റർ അടുത്തുണ്ട്. പിന്നെ ചീഫ് പാസ്റ്റർ കൊണ്ട് അടക്കാനായിട്ട് ശുശ്രൂഷ നടത്താൻ പറഞ്ഞ് പത്രോസ് വിളിച്ചിട്ടുള്ളൂ. പത്രോസ് വാസ്തവത്തിൽ അടക്കം നടത്താൻ വന്നതാണ്. പക്ഷെ താഴെ വായിക്കുമ്പോൾ വിധവന്മാരല്ല സാക്ഷി പറയാൻ അയ്യോ എന്റെ തബീതാമോട് എനിക്ക് തന്ന കാര്യങ്ങൾ കേട്ടോ. കുഞ്ഞുമോളും ചക്രമോളും മറ്റേമോളും ഒക്കെ കേട്ടോളൂ. എന്താ നിങ്ങൾ ഇവിടെ വിട്ട് പോകുമ്പോൾ ആൾക്കാർ നിങ്ങളെ കുറിച്ചൊക്കെ പറയണം, നന്മ ചെയ്തത്. വേറെ ഒന്നും പറയാൻ ഇടയാക്കിയത്. അതുപോലെ വിശ്വാസികൾ പിള്ളേർ നന്മ ചെയ്ത് കഴിഞ്ഞാൽ ആ വിധവന്മാരെല്ലാം ചേട്ടയൊക്കെ പോക്കി പിടിച്ചു എന്റെ തബീതാമോട് തയ്ച്ചു തന്നാണ്. അയ്യോ എനിക്ക് രാവിലെ ചൂടുള്ള തന്നെ കാപ്പി ഒക്കെ വലിയ കാര്യമല്ലേ? അവരെ സംബന്ധിച്ചതൊക്കെ വലിയ കാര്യമാണ്. അതാണ് സാക്ഷി പറയുന്നത്. പത്രോസ് ലോക ഹൃദയമില്ലേ? ഇതെല്ലാം കേട്ട പുള്ളിക്കാരനാകാൻ വിഷമമായി. പുള്ളി കർത്താവിനോട് പ്രാർത്ഥന, തന്റെ തബീത ചാടി എഴുന്നേറ്റു. കരഞ്ഞ വിധവന്മാരെല്ലാം എന്ത് ചെയ്തു? വായിച്ചേ. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ച് വിശുദ്ധന്മാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി സൽപ്രവർത്തികൾ ചെയ്താൽ നാം ആയുസ് കൂട്ടി കിട്ടും. നല്ല സൽപ്രവർത്തിയുടെ ആയുസ് കൂട്ടി കിട്ടും. നിത്യതയിൽ നല്ല അനുഭവം ഉണ്ടാകും. വിശുദ്ധന്മാർക്കും വിധവന്മാർക്കും ഒക്കെ നമ്മളൊരു അനുഗ്രഹം സാക്ഷിയായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു? കരഞ്ഞ വിധവന്മാരെല്ലാം എന്ത് ചെയ്തു? ചിരിച്ച് സന്തോഷിക്കാൻ. അപ്പൊ മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിപ്പിക്കുന്നവരായിട്ട്, ചിരിപ്പിക്കുന്നവരായിത്തീരാൻ. നമുക്ക് നിങ്ങൾ പോയി വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക. നിങ്ങളോട്ട് പറഞ്ഞവരൊന്നുമല്ലല്ലോ. നിങ്ങൾ അഭിഷേകം പ്രാപിച്ച രാജാക്കന്മാരും പുരോഹിതന്മാരുടെയും മക്കൾ തന്നെയാണ്. നിങ്ങളെ ബൈബിൾ കോളേജിൽ പോയി പഠിക്കണമെന്നില്ല. ഭാര്യയും ഭർത്താവ് സ്കൂട്ടറിൽ പോയി അല്ലെങ്കിൽ നടന്നു പോയി അടുത്ത വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക. ഒരു ട്രാക്ടർ പോയി കാശുണ്ടാക്കാൻ മാത്രം പോകാതെ ജീവിതം മുഴുവൻ പാഴാക്കാതെ വിശ്വാസികളെല്ലാം പാഴാക്കുക ജീവിതം. അവർ ബുധനാഴ്ച കൊണ്ട് കത്തി തേച്ചിട്ട് പോകും ചിലര്. പിന്നെ അങ്ങോട്ട് പറഞ്ഞേക്കൊണ്ട് പോകും. ശനിയാഴ്ച ഒന്നുകൂടെ തേക്കും, ഞായറാഴ്ച കുറച്ചുകൂടെ തേച്ചിട്ട് പോകും. ഉപയോഗിക്കത്തില്ല. വിശ്വാസികൾ പലരും ഉപയോഗിക്കത്തില്ല. എന്താ ഗുണമെന്ന് പോകും. അവിടെ കുറച്ചൊക്കെ സമ്പാദ്യം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം മനുഷ്യരെ സന്ദർശിച്ച് അവരോട് പ്രാർത്ഥിച്ച് അവർ കണ്ണീരൊപ്പി ഒരു 5 കിലോ കൊടുത്ത് അല്ലെങ്കിൽ 1 കിലോ ഓറഞ്ച് വാങ്ങിച്ചു കൊടുത്ത് നിങ്ങളെ വെളിപ്പെടുത്തി നിങ്ങളവരെ ചിരിപ്പിക്കും. സന്തോഷം. നാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരായിത്തീരണം. ഇന്ത്യയിൽ പറയും തുമ്നെ മുച്ചുക്കോ ഹസന സിക്കായ. എന്താ? തുമ്നെ മുച്ചുക്കോ ഹസനെ പാട്ട. തുമ്നെ മുച്ചുക്കോ ഹസന സിക്കായ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അപ്പൊ നാം മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരായിത്തീരണം. തുമ്നെ എല്ലാവരും പറ. തുമ്നെ മുച്ചുക്കോ ഹസന സിക്കായ. ഹസന സിക്കായ. സിക്കായ. ഹസന എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കുക. മുസ്കുറാഹ് എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. അങ്ങനെ ജീവിതം വേസ്റ്റ് ആക്കാതെ
ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് തീർക്കാം. നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സോദരം 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 സോദരം. Praise the Lord. Hallelujah. जंगली दर्दों के दुनिया एक सेन के पेड़ समान, जंगली दर्दों के दुनिया एक सेन के पेड़ समान, नजर आए मुझे मसीह सारे संतों को भी तुम्हें दो, नजर आए मुझे मसीह सारे संतों को भी तुम्हें दो। मेरी प्रभु अपने जीवन के संभले सबर में गाओ शुक्र गुसारी से में, गाओ शुक्र गुसारी से में, के सामने तेरा नाम सुधराई जाता है, इतर के सामान तेरे नाम उसको फैलाता है, मुसीबत तेरे समान, तंगी मुसीबत तेरी है प्रभु अपने जीवन को जंगली सफर में, गाओ शुक्र गुजारी से में, गाओ शुक्र गुजारी से में. സോദരം 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 സോദരം. ഞങ്ങൾ കടന്നു സമയം മലവത്തിൽ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന സ്തുതിക്കുന്നു. പാട്ടുകൾ പാടി സ്തുതിക്കുന്നു. ഇന്ന് പല കാലം ദൈവത്തിന് കൊടുത്തിട്ടുള്ള സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ അപേക്ഷിക്കുന്ന കർത്താവേ, ഇന്ന് പല കാലത്താണ് വിശുദ്ധിക്കുള്ളതെങ്കിൽ ആവശ്യമില്ല ആളുകൾ തന്നെയാണ് കൽപ്പിച്ചനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വിശ്വാസപട്ടിയെ കുറിച്ച് കേൾക്കുന്ന സഹായിച്ചനായ സ്തോത്രം ഞങ്ങളുടെ ജനത്തിലെല്ലാം വലിയ വിശ്വാസവും ധൈര്യ പ്രത്യാശ ഉളവാക്കുവാൻ കർത്താവെ കേട്ടവന്മാർക്ക് ന്യായാധികാരമായി തീരുന്നത് കേട്ടവനത്തോടെ ജീവിച്ച് പൂർണ്ണ പ്രാവശ്യ കർത്താവിന് വരെ കാണപ്പെടുവാൻ സഹായിക്കണം. ഞങ്ങളുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കഴിവില്ല, ഒരു കാര്യമില്ല. സർവശക്തിയെ കർത്താവെ ഒന്നുകൂടെ അനുഭവിച്ചറിയാൻ വെളുക്കുന്ന സദ്ഭാഗ്യത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കേൾപ്പിച്ചെല്ലാം തന്നെ ആരാധനിക്കാൻ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കൊടുത്തിട്ടുള്ള സ്വത്രം വരാതിരിക്കുന്നവരെല്ലാം ഉണർത്തുന്നമേ. ആരെല്ലാം ഞങ്ങളുടെ ദൈവങ്ങൾ രോഗികളായി കഷ്ടപ്പെടുന്നു. അവർക്കെല്ലാം ദൈവത്തിന് വചനാഴ്ച സത്യമാകട്ടെ. വലിയ വിശ്വാസവും ധൈര്യം പ്രത്യാശയും ഞങ്ങളുടെ ജനത്തിനെല്ലാം ഉൾക്കൊണ്ടനായി പ്രാർത്ഥിക്കുന്നു. ഏതു സമയം കർത്താവ് വിടാനും കർത്താവിനെ യോഗ്യരായി കാണപ്പെടുവാൻ എല്ലാവർക്കും സഹായിക്കുന്നതിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതിനെ ഏർപ്പെടുത്തിനായ സ്തോത്രം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതുപോലെ കാലവിശുദ്ധക്കാരാണ് സകല വിശുദ്ധ ആരാധനയും കർത്താവ് നടത്തിയതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ ഭാഗത്തിൽ കടന്നുകൊണ്ട് കർത്താവ് കൂടെ പോകണമേ. ആത്മീയമായി ഭൗമ്യമായി എല്ലാം ചെയ്യുക, അനുഗ്രഹങ്ങളും നന്മകളും കൊടുത്ത് കാത്തോടണമേ. വലിയ വിശ്വാസവും ധൈര്യവും പ്രത്യാശയും എല്ലാവർക്കും കൊടുക്കുന്നതിനാൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ എല്ലാം വീണ്ടും വീണ്ടും ഒരു കരുത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കാട്ടുകളോട് ഏറ്റെടുത്ത് കാലത്താണ് നിങ്ങൾ വന്നെത്തിരിക്കുന്നത്. ലോകസഭകളെല്ലാം വിളിച്ചിരുന്ന കാലത്താണ് നിങ്ങൾ വന്നെത്തിരിക്കുന്നത്. വിഴാവരണങ്ങളെ സൂക്ഷിക്കാൻ കണക്കില്ലാത്തവരായി ആനന്ദത്തോടെ സർശക്തിയുടെ കർത്താവായിരിക്കുന്നതിനാൽ കർത്താവിയാണെങ്കിലേ എല്ലാം ഒരു കരുത്തിലേൽപ്പിക്കുന്നു. എന്റെ ഉള്ളെല്ലാം കിടന്നു വന്നുകൂടെ പോകുമ്പോൾ ജയത്തോടെ ദൈവം സഹായിക്കും. വേഗം കർത്താവിന്റെ ഒരുനായി എല്ലാവരും ഒരുക്കി പൂർണ്ണപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ.